ഹായ് ഫ്രണ്ട്സ്, വെക്കേഷനൊക്കെ അല്ലേ, നമുക്കൊരു വാൾ ഡെക്കർ സെറ്റ് ചെയ്തെടുത്താലോ? അതിനാകെ ആവശ്യമുള്ളത് ഒരു 2 സെറ്റ് ഫില്ലിംഗ് പേപ്പർ, ഒരു പശ, ഒരു ചാർട്ട് പേപ്പർ. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? ആദ്യം തന്നെ ചാർട്ട് പേപ്പർ എടുത്ത് ചാർട്ട് പേപ്പറിനെ ഒരു സമചതുരമായി മുറിച്ചെടുക്കാം. ശേഷം ഇതിലേക്ക് 4 സൈഡിലും 1 സെൻറ്റിമീറ്റർ വീതിയിൽ സ്ഥലം വിട്ട് 4 വരകൾ മുറിച്ചെടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതിയേ. വീഡിയോ കാണുമ്പോൾ ക്ലിയർ ആവുമല്ലോ കാര്യങ്ങൾ. ഈ ചാർട്ട് പേപ്പറിൻ്റെ 4 എഡ്ജസും നമുക്ക് ആവശ്യമില്ല, അവയെ മുറിച്ച് മാറ്റിക്കളയാം. ഇനി ഈ ചാർട്ട് പേപ്പറിൻ്റെ 2 വശങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ മുറിച്ചു മാറ്റണം. ശ്രദ്ധിച്ച് കാണണേ, അതിൻ്റെ ഒരു കോളം കൃത്യമായി വിട്ടിട്ട് വേണം നമ്മൾ മുറിച്ചു മാറ്റാൻ. നമ്മൾ നേരത്തെ 1 സെൻറ്റിമീറ്റർ വീതിയിൽ കുറച്ച് 4 വരകൾ ഇട്ടില്ലായിരുന്നോ? ആ 4 വരകളെയും കൃത്യമായി വരച്ച് മടക്കി എടുക്കുക. കാരണം അത് നല്ല രീതിയിൽ മടങ്ങി നിന്നാൽ മാത്രമേ നമ്മുടെ ചാർട്ട് പേപ്പറിൽ നമ്മൾ സെറ്റാക്കുന്ന ഫ്രെയിമും നന്നായി ഇരിക്കുകയുള്ളൂ. ഇനി ആ ചാർട്ട് പേപ്പറിലേക്ക് നമുക്കൊരു പൂമ്പാറ്റയെ സെറ്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പൂമ്പാറ്റയെ വരച്ചോട്ടോ. കുറച്ച് വലുതാക്കി വരയ്ക്കണേ. വലുതാക്കി വരച്ചാൽ മാത്രമേ ഇനി നമ്മൾ അതിലേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും ചെയ്യാൻ പറ്റുള്ളൂ. കൗതുകം ലേശം കൂടുതലായതുകൊണ്ട് ഞാനിത് നേരത്തെ ഒന്ന് ട്രൈ ചെയ്തിരുന്നു, ഈ പൂമ്പാറ്റേൻ്റെ ഒരു വശം. അപ്പോൾ എനിക്ക് പറ്റിയ മിസ്റ്റേക്കുകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമേ. നിങ്ങൾ ഒരിക്കലും ഈ ഗമ്മ യൂസ് ചെയ്യരുത്. ഫില്ലിംഗ് പേപ്പർ വെച്ച് പൂമ്പാറ്റേൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാനാണെങ്കിൽ ഓക്കെ, പക്ഷെ ബോർഡർ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ഈ ഗമ്മ തന്നെ ഉപയോഗിക്കണം, എന്നാലേ നിങ്ങൾക്ക് പെട്ടെന്ന് ഒട്ടിക്കിട്ടുള്ളൂ. ഇപ്പം ഞാൻ തൊട്ട് കാണിക്കുന്ന ഭാഗം ഞാൻ കറുപ്പ് പെയിൻ്റ് അടിച്ചിരുന്നു, എന്നാൽ ഇപ്പോൾ തൊട്ട് കാണിച്ച ഭാഗത്ത് ഞാൻ കറുപ്പ് പെയിൻ്റ് അടിച്ചിട്ടില്ല. സാധാ ചാർട്ട് പേപ്പറിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ആ കറുപ്പ് ഭാഗത്ത് നമുക്ക് അധികം ഫില്ലിംഗ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമേ വരുന്നില്ല. അവിടെ വെള്ള ചാർട്ടിന് കാണുന്നേ ഇല്ല. എന്നാൽ ഞാൻ വെറുതെ ഒട്ടിച്ച ഭാഗത്ത് ശരിക്കും ഇങ്ങനെ ഫില്ലിംഗ് പേപ്പർ ഇല്ലാത്ത ഭാഗമില്ലേ, അതെടുത്ത് നിൽക്കുന്നുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കും ബ്ലാക്ക് പെയിൻറ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഒന്നിച്ച് ബാക്കി ഭാഗങ്ങൾ സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ വരച്ച് വെച്ചിരിക്കുന്ന പൂമ്പാറ്റേൻ്റെ ബോർഡറിലേക്ക് പശ ഒട്ടിക്കുന്നു. 2 ഫില്ലിംഗ് പേപ്പർ ഒന്നിച്ച് ചേർത്തതിനെ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നു. കുറച്ച് കഷ്ടപ്പാടുണ്ട്. ഒരു 5 മിനിറ്റ്, അല്ലെങ്കിൽ 5 മിനിറ്റ് വേണ്ട, ഒരു 2 മിനിറ്റ് 2 മിനിറ്റെങ്കിലും മിനിമം നമ്മളൊന്ന് അതിനെ പിടിച്ച് വെച്ചെങ്കിൽ മാത്രമേ അത് നന്നായി ഒട്ടി നിൽക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേറെ പശ ഉപയോഗിക്കാം കേട്ടോ. അത്യാവശ്യം പെട്ടെന്ന് ഒട്ടുന്ന പശകളുണ്ടല്ലോ, അത് ഉപയോഗിച്ചാൽ ഇതിലും നല്ല വൃത്തിയായിട്ട് കിട്ടും. ഇനി ബോർഡർ സെറ്റാക്കിയതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു കറുപ്പ് പെയിൻ്റ് അടിച്ച് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഏത് പെയിൻറ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയറാണ്. അതിൻ്റെ ഉള്ളിലെ ലെയറും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇനി അതിൻ്റെ ഉള്ളിലും നമുക്ക് കറുപ്പടിച്ച് കൊടുക്കാം. ഇനി ഫില്ലിംഗ് പേപ്പർ എടുത്ത് ചെറുതായി ഒന്ന് ചുരുട്ടി കൊടുക്കുക. അങ്ങനെ ചുരുട്ടി അതിനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുത്തതിനെ നമുക്ക് ഈ ബട്ടർഫ്ലൈൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും കേട്ടോ. ഇനി ചുരുട്ട ഒട്ടിക്കാം. അങ്ങനെ ആ ഭാഗം ഒന്ന് നമുക്ക് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ആ ഫില്ലിംഗ് പേപ്പറിനൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം സൈഡിൽ പശ തേച്ച് ഒട്ടിക്കാം. ഒട്ടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിനൊരു വേറെ ഷേപ്പിൽ കിട്ടും. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ 2ാമത്തെ ലെയറിലെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾ കണ്ടോ? അതുപോലെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേറൊരു രീതിയിൽ കിട്ടും. അങ്ങനെ തന്നെ അടുത്ത പോർഷനും നമുക്കൊന്ന് സെറ്റാക്കിയെടുക്കും. ഇലവ ചുരുക്കലിൻ്റെ ഭാഗമായി ട്യൂസർ വാങ്ങിക്കാൻ മറന്നുപോയി. അതുകൊണ്ട് അതിൻ്റെ ബോഡി പാർട്ടൊന്ന് സെറ്റായതെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരാളുടെ സഹായം കൂടെ തേടാം.
അച്ഛൻ വന്നപ്പോൾ അച്ഛനെ ആദ്യം പിടിച്ചിരുത്തി എടുത്തതാണ്. അതുകൊണ്ടാണ് ഞാൻ ആ സൈഡ് ഭാഗം ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒട്ടിക്കുന്നില്ല. അതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് ആദ്യം സെറ്റ് ചെയ്തെടുക്കുകയാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ സെറ്റ് ചെയ്തെടുത്താൽ അതിൻ്റെ സെൻറ്റർ പോർഷൻ കുറച്ചുകൂടെ എടുത്ത് നിൽക്കുകയും മറ്റുള്ളതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാകുമ്പോൾ തന്നെ ആ പൂമ്പാറ്റേൻ്റെ ആ ബോഡി ഷേപ്പിന് തന്നെ നല്ലൊരു വ്യത്യാസം കാണാനും പറ്റും. അതുകൊണ്ട് ആദ്യം അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ആ തലയും അതുപോലെ തന്നെ റൗണ്ടിൽ ചുറ്റിയെടുത്തിട്ട് സെറ്റ് ചെയ്യാം. ഞാൻ അപ്പുറഭാഗവും വേഗം ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. പൂമ്പാറ്റേൻ്റെ ആ നീണ്ടു നിൽക്കുന്ന കൊമ്പ് പോലത്തെ സംഭവം ഉണ്ടല്ലോ, അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ പിന്നെയും ഫില്ലിംഗ് പേപ്പർ എടുക്കുക, ചെറുതായി ഒന്ന് ചുരുട്ടുക, ബാക്കി ഭാഗം ആ തലയോട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പൂമ്പാറ്റ സെറ്റായിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യണേ. ഇനി ആ ഫ്രെയിമിലേക്ക് 4 ഫില്ലിംഗ് പേപ്പറും കൂടെ ചുരുട്ടി ഒട്ടിച്ചു കൊടുക്കാം. എങ്ങനെയുണ്ട് പൂമ്പാറ്റയും ഫ്രെയിമും എന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യണേ. കൂടാതെ വെക്കേഷൻ സമയത്ത് നിങ്ങളുടെ കൂടെ വീട്ടിലിരിക്കുന്നവർക്കും നിങ്ങളുടെ കൂട്ടുകാർക്കുമായി ഷെയർ ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും ടാറ്റാ.